നമസ്കാരം സഞ്ജയ് സർ. നമസ്തേ. നമുക്ക് ഇന്നത്തെ ചോദ്യം വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എല്ലാവരുടെ ജീവിതത്തിലും ആരെങ്കിലും ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യമായിരിക്കും, ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ജീവിതത്തിന്റെ ഉദ്ദേശം പരമപുരുഷാർത്ഥത്തെ അറിയുക. കുറച്ചുകൂടെ അതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മം ധാർമ്മികമായ ജീവിതത്തെ കുറിച്ചാണ്. നമ്മൾക്ക് ധർമ്മം ഒരുപാട്, പുത്രധർമ്മം, പിതൃധർമ്മം, സഹോദരധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം, സാമൂഹിക ധർമ്മം, സുഹൃദ്ധർമ്മം, ഇങ്ങനെ ധർമ്മത്തിന് ഒരുപാട് ഭാവങ്ങളുണ്ട്. അതിനൊരുപാട് ശാഖോപശാഖകളായ ഉത്തരങ്ങളുമുണ്ട്. അതീവ സൂക്ഷ്മമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ച് അതിസങ്കീർണമായ വിവരണങ്ങളുണ്ട്. അത് ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ളതാണ്. പിന്നെ അർത്ഥം, ഈ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടുന്ന അർത്ഥം, ധനം, പലതരത്തിലുള്ള ധനസമ്പാദന, അതിപ്പോൾ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ രൂപത്തിലെല്ലാം ഉണ്ട്. അതെല്ലാം അർത്ഥം. അത് നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വ്യാവഹാരിക ജീവിത വിജയത്തിന് ധാർമ്മിക മൂല്യങ്ങൾ അനിവാര്യമാണെങ്കിലും അതിലും പരമപ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഇക്കാലത്ത് കാണുന്നത്, അർത്ഥത്തെ തന്നെയാണ്. എന്നാൽ അവയ്ക്ക് പ്രാധാന്യം അത്ര ധാർമ്മിക മൂല്യങ്ങളെക്കാൾ അധികമാണോ എന്ന് ചോദിച്ചാൽ അത്ര അധികം എന്ന് പറയാനൊക്കെ ഇല്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് അർത്ഥം, കാമം, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെ കുറിച്ച് പറയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രാക്ടിക്കലാണോ? സാറിൻ്റെ ഒരു ചിന്താഗതി എന്താ അതിൽ? പുരാതന കാലയളവിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഏത് മതഗ്രന്ഥങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് ഓരോ തരത്തിൽ പറയുന്നെങ്കിലും ഭാരതീയ ദർശനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഭർതൃഹരിയുടെ നീതിസാരം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അത് അദ്ദേഹത്തിൻ്റെ നീതിശതകം, വൈരാഗ്യശതകം, ഇതെല്ലാം ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം. പിന്നെ അതിൽ തന്നെ അത് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഭർതൃഹരിയുടെ ഗ്രന്ഥങ്ങളെക്കാൾ ഉപരി രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്താണ് എഴുതി വച്ചിരിക്കുന്നത്. ധാർമ്മിക മൂല്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണെങ്കിലും കാലചക്രത്തിന്റെ മാറ്റത്തിൽ പലതും ഈ കാലയളവിന് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊന്നും തെറ്റല്ല, പക്ഷെ ഇപ്പോഴത്തെ കാലചക്രത്തിന് അനുസൃതമായിരിക്കണം. അതിനനുസൃതമായ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളോടുകൂടി നമ്മൾ അതിനെ ആപേക്ഷികമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഏത് കാലത്തും ധാർമ്മിക മൂല്യങ്ങളെ ആപേക്ഷികമായിട്ടാണ് സ്വീകരിക്കേണ്ടത്. അതിന് നമ്മൾ ഉദാഹരണം പറയുന്നത്, ഒരു കുടുംബത്തിന്റെ ദോഷം വരുത്തിക്കൊണ്ട് ഒരു ആൾ നിൽക്കുന്നെങ്കിൽ ആ ആളിനെ കൊല്ലുന്നത് അവിടെ അധാർമികമല്ല, ധാർമ്മികമാണ്. ഒരു ഗ്രാമത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കുടുംബത്തിനെ, ദോഷകരമായി നിൽക്കുന്ന കുടുംബത്തിനെ ഇല്ലാതാക്കിയ അത് അധാർമികമല്ല, അത് ധാർമ്മികമാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കേണ്ടി വന്നാൽ അത് അധാർമികമല്ല, ധാർമ്മികമാണ്. ഇതുപോലെ ധാർമ്മിക മൂല്യങ്ങളെ ആപേക്ഷികമായി സ്വീകരിക്കണം എന്നുള്ളതാണ് എക്കാലവും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ധാർമ്മിക മൂല്യങ്ങളെ ആപേക്ഷികമായി സ്വീകരിക്കുന്നതിന് ഈ കാലഘട്ടത്തിനനുസരിച്ച് കുറേയേറെ ജീവിതശൈലി വ്യത്യാസങ്ങൾ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ, വേഗതയുള്ള ജീവിതം, യാന്ത്രികമായ ജീവിതം, ധനത്തിനോടുള്ള അഭിവാഞ്ച, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾക്ക് അനുസൃതമായി ആ ആപേക്ഷികതാ സിദ്ധാന്തത്തിനൊരു മാറ്റം വരുന്നത്. ആപേക്ഷികതാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സയൻസിലെ സിദ്ധാന്തം എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് വെച്ചാൽ അത് സിദ്ധപുരുഷന്മാർ, ജ്ഞാനികൾ ഒക്കെയാണല്ലോ ഇവയ്ക്കെല്ലാം ഉത്തരം തന്നിരിക്കുന്നത്. അവരുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും ഈ കാലഘട്ടത്തിന് അനുസൃതമായി ആപേക്ഷികത കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ സ്വീകരിച്ചില്ല എങ്കിൽ അതുകൊണ്ട് പലവിധ ദുരിതങ്ങളും ഉണ്ടാകാനാണ് സാധ്യത. ഈ കാലഘട്ടത്തിൽ ആരാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ആരുടെ വാക്കാണ് ആര് കേൾക്കേണ്ടത്? എല്ലാ കാലയളവിലും ആചാര്യന്മാർ ജനിച്ചുകൊണ്ടിരിക്കും, ഗുരുക്കന്മാരുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അത്രമാത്രം സൂക്ഷ്മബോധത്തോടുകൂടി നീങ്ങുന്നവരായിരിക്കണം. ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുന്നതോ മന്ത്രം ഉപദേശിക്കുന്നവരോ മന്ത്രജപത്താൽ ഉന്നതിയിൽ എത്താമെന്ന് പറയുന്നവരെയൊക്കെ അതൊരു വിഭാഗം ഗുരുക്കന്മാരെ, ഏഴ് വിഭാഗം ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്.
അതിൽ കാരണഗുരു ഏറ്റവും വലിയൊരു ഘടകമാണ്, പരമമായ ഗുരു. അങ്ങനെ 2-3 തരത്തിലുള്ള ഗുരുക്കന്മാർക്കാണ് അവിടെയുള്ളത്. അക്ഷരജ്ഞാനം കൊടുക്കുന്നവര്, പിന്നെ തൊഴിലധിഷ്ഠിതമായ ജ്ഞാനം കൊടുക്കുന്നവര്, പിന്നെ നിഷിദ്ധ കർമ്മങ്ങൾ, വശ്യം മാരണം ഇവയൊക്കെ പഠിപ്പിക്കുന്ന മന്ത്രം പഠിപ്പിക്കുന്നവർ, അവരെ നിഷിദ്ധ ഗുരു എന്ന് വിളിക്കും. അല്ലാത്ത ഗുരുക്കന്മാരും ഉണ്ട്. അപ്പൊ സാർ എന്തായാലും ഗുരുക്കന്മാരെ കാര്യം പറഞ്ഞ കാര്യമായി. കാരണം ഈ കാലയളവിൽ എവിടെ നോക്കിയാലും ഗുരുക്കന്മാരാണ്, എവിടെ നോക്കിയാലും മന്ത്രദീക്ഷയും ജ്ഞാനദീക്ഷയും കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സീക്കർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജ്ഞാനി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആരാണ് ഗുരു? എവിടെയാണ് ആ ഗുരുവിന്റെ തുടക്കം? എവിടെയാണ് ആ ഗുരുവിന്റെ ഒരു യാത്ര? ആത്മീയ ഗുരു അതൊന്ന് വേറെ തന്നെയാണ്. ബോധത്തിന്റെ അനന്തതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പരമപുരുഷാർത്ഥത്തിലേക്ക്, മോക്ഷം, പരമപുരുഷാർത്ഥം നമ്മൾ മുമ്പേ പരമപുരുഷാർത്ഥത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ധർമ്മം, അർത്ഥം, കാമം വരെ പറഞ്ഞുള്ളൂ. പിന്നീടുള്ളതാണ് മോക്ഷം. മോക്ഷത്തെക്കുറിച്ച്, മോക്ഷം എന്ന് വെച്ചാൽ ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അതീതനാണ് ഞാൻ, എന്താണോ ലോകത്തിൽ അനന്തമായിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ എന്ന് ഏതൊരു വ്യക്തിയാണോ ബോധ്യപ്പെടുന്നത് ആ വ്യക്തി ജ്ഞാനി എന്നറിയും. അത് യഥാർത്ഥത്തിൽ പുറമേ നിന്നൊരു കാര്യം ഗ്രഹിക്കലല്ല, അത് അയാളിൽ തന്നെ ഉള്ളതാണ്, അത് അയാൾ തന്നെയാണ്. അങ്ങനെ ഓരോ വ്യക്തിയും ഞാൻ എന്താണെന്ന് സ്വയം ബോധ്യപ്പെടാതിരിക്കുന്നവനെ അജ്ഞാനി എന്നും, ഞാൻ എന്തെന്ന് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നവനെ ജ്ഞാനി എന്നും വിളിക്കുന്നു. അത് പുസ്തക പഠനത്തിൽ അധിഷ്ഠിതമല്ല, അത് ഏതെങ്കിലും വിഷയാനുബന്ധിയായ പഠനവുമല്ല. ഇപ്പൊ ബോധത്തിന്റെ അനന്തതയിലേക്ക് പോയിരിക്കുന്ന ആള്, അഥവാ ബോധാതീതനായിരിക്കുന്ന അല്ലെങ്കിൽ അതിബോധത്തിൽ നിലനിൽക്കുന്ന ആളാണ് ജ്ഞാനി. അങ്ങനെയുള്ള പരമാത്മജ്ഞാനിക്ക് ആ പരമാത്മജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിനെയാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആത്മീയ ഗുരു എന്ന് വെച്ചാൽ ആത്മീയതയിലേക്കുള്ള കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവനെ കുറിച്ചും, എന്ന് വെച്ചാൽ സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവനെ കുറിച്ചും ആത്മീയ ഗുരു എന്ന് പറയും. സാധന എന്ന് വെച്ചാൽ ജ്ഞാന യോഗ്യതാ സമ്പാദനാർത്ഥം സാധനയാണ്. ജ്ഞാന യോഗ്യത സമ്പാദിക്കാനേ സാധനങ്ങൾ കൊണ്ടുവരും. ജ്ഞാന സമ്പാദനം അവിടെ അപ്പോഴും വരുന്നില്ല. ജ്ഞാനത്തിന് വേണ്ടുന്ന യോഗ്യത നേടാനേ സാധിക്കുന്നുള്ളൂ സാധനങ്ങൾ കൊണ്ട്. ജ്ഞാനം നേടുന്നത് വേദാന്ത ശ്രവണം എന്ന് പറയും. അതിന് വേണ്ടത് എന്ന് വെച്ചാൽ എവിടുന്നാണ് ആ ദർശനം ഉണ്ടാകുന്നത്, ഒരു പരിധിവരെ ഈ സാധനങ്ങൾ കൂടി നമുക്ക് മുന്നിലേക്ക് ഉയരാനൊക്കും. പക്ഷേ സാധനങ്ങൾ കൊണ്ട് മാത്രം ഒക്കുന്നില്ല. പൂർവ്വജന്മ കർമ്മഫലങ്ങൾ, സർവ്വ വിഷയങ്ങളിലേക്കുമുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള ഇരിപ്പ്, എല്ലാ വിഷയങ്ങളിലും എന്തിനെന്നില്ലാതെയുള്ള രാപകലുള്ള പരിശ്രമം, പിന്നെ അതീതമായ ധ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അനേക വിഷയങ്ങളിൽ, അനേക കാര്യങ്ങളിലൂടെയുള്ള അനന്തമായ പരിശ്രമത്തിലൂടെ അതിന് അനുസൃതമായ പരമഗുരുവിന്റെ സാമീപ്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതാണ് ജ്ഞാനയോഗ്യത, ജ്ഞാനസമ്പാദനാർത്ഥം വേദാന്ത ശ്രവണം എന്ന് പറഞ്ഞത്. വേദാന്ത പുസ്തകം പഠിക്കുക എന്നുള്ളതല്ല പറയുന്നത്. പരമപുരുഷാർത്ഥത്തെ കുറിച്ച് ഏത് വഴിയിലൂടെയാണ് ശിഷ്യന് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള അറിഞ്ഞിരിക്കുക. അത് ഇന്ന വഴി എന്നൊരു വഴിയില്ല. അതിനെവിടെയാണോ സംശയം വരുന്നത് ആ സംശയം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൻ ചോദിക്കുന്ന സംശയത്തിന് ഏതെല്ലാം ഉപചോദ്യങ്ങളുണ്ടോ അതും കൂടി അവനിലേക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കുകയാണ് അവന് വേണ്ടുന്ന ജ്ഞാനസമ്പാദനാർത്ഥം വേണ്ടുന്ന വഴി തുറക്കൽ. അപ്പോൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഒരു മാർഗം മാത്രമല്ലല്ലോ, പല മാർഗങ്ങളില്ലേ? ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, ജപം സ്വീകരിക്കുന്നവരുണ്ട്. അപ്പം ഒരു ജിജ്ഞാസ ഉള്ള ഒരു വ്യക്തിക്ക് ഏത് മാർഗമാണ് വേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നതും ഒരു ഗുരുവിന്റെ കടമയല്ലേ? തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ, പ്രത്യേകിച്ച് അതിന് വേണ്ടുന്നത് ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള മനസ്സ് വേണം. അദ്ദേഹത്തിന് ഒന്നാമത് 4 യോഗമാർഗങ്ങളെ കുറിച്ചും നല്ല ബോധ്യമുള്ളവനായിരിക്കണം. പരമാത്മ ചൈതന്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന വഴി തുറക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ യോഗ്യനായിട്ടുള്ളത്, അങ്ങനെയുള്ള 4 യോഗമാർഗങ്ങളെ കുറിച്ചും ബോധവാനായിരിക്കണം. ഏതെങ്കിലും ഒരു യോഗമാർഗത്തെ കുറിച്ച് ബോധവാനായി അദ്ദേഹത്തിന് അതാണ് പ്രയോജനപ്പെട്ടിരുന്നെങ്കിൽ ആ വഴി മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോഴെവിടെയും നിലകൊള്ളുന്നത്. ഏതൊരു വിധത്തിലുള്ള ശൈലിയിലൂടെയാണോ അദ്ദേഹത്തിന് കുറച്ചു ബോധം ഉയരാൻ സാധിച്ചത്, അദ്ദേഹവും തന്നെ ബോധത്തിന്റെ അല്ലെങ്കിൽ അനന്തബോധത്തിന്റെ അല്ലെങ്കിൽ ബോധാതീതത്തിന്റെ ഏതെങ്കിലും തലത്തിലാണോ പോയി നിൽക്കുന്നത് എന്നുള്ളതൊരു വിഷയമുണ്ട്. പക്ഷേ മറ്റുള്ളവരെല്ലാം നോക്കുമ്പോൾ, സാധാരണക്കാർ നോക്കുമ്പോൾ അവരെക്കാളും ഉന്നതമായ ബോധത്തിൽ നിലനിൽക്കുന്നതിനാൽ അവരെല്ലാം പരമമായ ഗുരുക്കന്മാരാണെന്ന് ധാരിച്ചേക്കാം. അവരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹം വളരെ ഉന്നതിയിലാണെങ്കിൽ പോലും അതിന്റെ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ
ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശൈവ സിദ്ധ സന്യാസികളൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജ്ഞാനത്തിന്റെ ഓരോ തലത്തിൽ നിൽക്കുന്നവരും അത് ഈ ബോധത്തിന്റെ ഏത് തലങ്ങളിലാണ് പോയി നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ വരെയുമുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.